നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. സൗത്ത് ആഫ്രിക്കയോട് ഇന്ത്യ വമ്പൻ പരാജയമാണല്ലോ ഏറ്റുവാങ്ങിയത്. 76 റൺസിൻ്റെ പരാജയം. ഇത് നെറ്റ് റൺ റേറ്റിൽ വലിയ ഡാമേജ് ഉണ്ടാക്കിയിട്ടുമുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ ഓരോ കളികൾക്ക് ശേഷവും നമ്മൾ വിശദമായ റിവ്യൂ പറയാറുണ്ട്. പ്രമുഖ ക്രിക്കറ്റ് പോർട്ടലുകളുടെ നിരീക്ഷണങ്ങളും ക്രിക്കറ്റ് എക്സ്പേർട്ടുകൾ പറയുന്നതൊക്കെ റെഫർ ചെയ്ത് നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ കൂടി ചേർത്ത് അവതരിപ്പിക്കുന്നതാണ് റാഫ് ടോക്സിൻ്റെ മാച്ച് റിവ്യൂസ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടാവും. കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. ആരോഗ്യകരമായ മാന്യമായ ക്രിക്കറ്റ് ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് പോകാം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മികച്ചൊരു കുതിപ്പ് T20 വേൾഡ് കപ്പുകളിൽ നടത്തി വന്നതാണ്. T20 വേൾഡ് കപ്പിലെന്നല്ല, ICC ട്രോഫികളിൽ 2023 വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ പരാജയപ്പെട്ട ശേഷം പിന്നീട് ഒരു ICC ടൂർണമെൻറ്റിലും ഇന്ത്യ ഒരു കളി പോലും തോറ്റിട്ടുണ്ടായിരുന്നില്ല. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ T20 വേൾഡ് കപ്പ്, ചാമ്പ്യൻസ് ട്രോഫി ഒക്കെ അപരാജിതരായി നമ്മൾ കിരീടം ചൂടിയതാണ്. ഇത്തവണത്തെ ഗ്രൂപ്പ് സ്റ്റേജിലെ മത്സരങ്ങളൊക്കെ വിജയിച്ചു വന്നിട്ട് പക്ഷേ സൂപ്പർ 8 കനത്ത പരാജയം നേരിടേണ്ടി വന്നു. കളിയെക്കുറിച്ച് പറയുമ്പോൾ ടോസ് ലഭിച്ച സൗത്ത് ആഫ്രിക്ക സർപ്രൈസിംഗ് ആയിട്ടാണ് ബാറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നത്. നിശ്ചിത 20 ഓവറുകളിൽ അവർ 7 വിക്കറ്റിന് 187 റൺസ് എടുത്തു. അതിൻ്റെ കാരണം 20-3 എന്ന നിലയിൽ വീണുപോയ സൗത്ത് ആഫ്രിക്കയെ രക്ഷപ്പെടുത്തിയെടുത്തത് മില്ലറും ബ്രവിസും ചേർന്നാണ്. മില്ലർ 63 റൺസ് അടിച്ചപ്പോൾ ബ്രവിസ് 45 റൺസ് അടിച്ചു. പിന്നെ സ്റ്റെപ്സിൻ്റെ കിടലൻ ഫിനിഷിങ്ങും ഉണ്ടായിരുന്നു. ഇന്ത്യക്ക് വേണ്ടി ബൂംറ 15 റൺസ് മാത്രം വിട്ടുകൊടുത്തുകൊണ്ട് 3 വിക്കറ്റ് എടുത്ത് സൂപ്പർ ബൗളിംഗ് പ്രകടനം നടത്തി. അതേസമയം മറുഭാഗത്ത് ഇന്ത്യ ബാറ്റ് ചെയ്യുമ്പോൾ വെറും 111 റൺസിന് ഓൾ ഔട്ടായി. ഡ്യൂബയുടെ 42 റൺസാണ് ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ സ്ഥാനം അലങ്കരിച്ചത്. യെൻസൺ 22 റൺസ് 4 വിക്കറ്റ് എടുത്ത് ഇന്ത്യയെ ബുദ്ധിമുട്ടിച്ചു. കേശവ് മഹാരാജ് 24 റൺസിന് 3 വിക്കറ്റ് വീഴ്ത്തി. അങ്ങനെ 76 റൺസിൻ്റെ തകർപ്പൻ ജയം അവർ സ്വന്തമാക്കി. ഇതാണ് കളിയുടെ രത്ന ചുരുക്കം. ഇനി കളിയിലേക്ക് വിശദമായിട്ട് വന്നാൽ, ഞാൻ പറഞ്ഞല്ലോ, തുടരൻ വിജയങ്ങളുമായിട്ട് റെക്കോർഡ് കുതിപ്പാണ് ഇന്ത്യ T20 വേൾഡ് കപ്പിൽ നടത്തിക്കൊണ്ടിരുന്നത്. കഴിഞ്ഞ T20 വേൾഡ് കപ്പ് പരാജയമറിയാതെ കിരീടം ചൂടി. അപ്പോൾ ഈ T20 വേൾഡ് കപ്പിൽ തുടക്കത്തിലെ മത്സരങ്ങളൊക്കെ വിജയിച്ചു. 12 തുടർച്ചയായ വിജയങ്ങളുമായിട്ട് പോയ ഇന്ത്യയുടെ വിന്നിംഗ് സ്ട്രീക്കിനാണ് ഇവിടെ അവസാനം കുറിച്ചിരിക്കുന്നത്. സൗത്ത് ആഫ്രിക്ക ഒരു സർപ്രൈസ് കോളായിരുന്നു ഫസ്റ്റ് ബാറ്റ് ചെയ്യാം എന്നുള്ളത്. അവർ 20-3 എന്ന നിലയിലേക്ക് വീണു പോയതുമാണ്. അവിടെ നിന്നാണ് അവർ റിക്കവർ ചെയ്ത് 187 റൺസിലേക്ക് എത്തിയത്. എന്നിട്ട് 76 റൺസിൻ്റെ വിജയം അവർ സ്വന്തമാക്കി. ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, ഡേവിഡ് ബ്രവിസും ഡേവിഡ് മില്ലറും ചേർന്നുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ട് അത് കൃത്യമായ ഒരു സ്പെഷ്യൽ ഹിറ്റിംഗ് പെർഫോമൻസ് പുറത്തെടുത്തു. ബൂംറ 4 ഓവറിൽ 15 റൺസിന് 3 വിക്കറ്റ് എന്ന രൂപത്തിൽ പന്തെറിയുമ്പോൾ ആ റണ്ണ് കുറവ് അവർ മറ്റുള്ളിടത്ത് നികത്തി. വരുൺ ചക്രവർത്തിക്ക് 4 ഓവറിൽ അവർ 47 റൺസാണ് കൊടുത്തത്. 47-1 എന്ന നിലയിൽ. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കരിയറിലെ T20 ഏറ്റവും ഉയർന്ന റണ്ണ് വിട്ടുകൊടുത്തതിൻ്റെ തൊട്ട് പുറകിൽ എത്തി നിന്നു ഇന്നലത്തെ അദ്ദേഹത്തിൻ്റെ ബൗളിംഗ് ഫിഗേഴ്സ്. അത് പിന്നെ ഈ ബാറ്റർമാരുടെ വിക്കറ്റ് അവർക്ക് നഷ്ടപ്പെട്ടെങ്കിലും ക്രിസ്റ്റ്യൻ സ്റ്റെപ്സ് ക്രീസിലുണ്ടായിരുന്നു. അദ്ദേഹം മനോഹരമായിട്ട് ഫിനിഷ് ചെയ്തു. ഹാർദിക് പാണ്ഡ്യക്ക് അവസാനത്തെ ഓവറിൽ 2 സിക്സറുകൾ തുടർച്ചയായി കൊടുത്തുകൊണ്ടാണ് അദ്ദേഹം ഇന്നിങ്സ് അവസാനിപ്പിക്കുന്നത് എന്ന കാര്യം കൂടി നോക്കണം. അപ്പോൾ ഈ 187 എന്ന് പറയുന്ന സ്കോറ് ആദ്യത്തെ 3-4 ഓവറുകൾ അവർ ബാറ്റ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടിയതിന് ശേഷം ബാറ്റിംഗ് കണ്ടീഷൻസ് ബെറ്ററായി മാറിയിരുന്നു. അതുകൂടാതെ ഡ്യൂ കൂടി വരുമ്പോൾ ഇതൊരു ലൈറ്റർ സ്കോറായിട്ട് ഒരു ഘട്ടത്തിൽ കളി തുടങ്ങുമ്പോൾ, ഇന്ത്യയുടെ ബാറ്റിംഗ് തുടങ്ങുമ്പോൾ നമുക്ക് തോന്നിയെങ്കിലും സൗത്ത് ആഫ്രിക്ക കൃത്യമായ ഹോംവർക്ക് ചെയ്താണ് വന്നത്. ഈഡൻ മർക്രം ഫസ്റ്റ് ഓവർ എറിയുന്നു. അവിടെ ഇന്ത്യയുടെ ഓപ്പണർ ഡക്കായിട്ട് മടങ്ങുന്നു. ഇപ്പോൾ കഴിഞ്ഞ 5 കളികൾ നോക്കിയാൽ 4ലും ഇന്ത്യയുടെ ഒരു ഓപ്പണർ ഡക്കാവുന്ന അവസ്ഥ. അഭിഷേകാണ് തുടർച്ചയായി 3 തവണ ഡക്കായതെങ്കിൽ ഇത്തവണ അത് ഇഷാൻ കിഷനായിരുന്നു. ദെൻ മാർക്കോ യെൻസൺ ഫസ്റ്റ് ബോൾ വിക്കറ്റ് എടുക്കുന്നു. ലുങ്കി എങ്കീഡി അദ്ദേഹത്തിൻ്റെ സ്ലോവർ ബോൾസ് അൺഹിറ്റബിളായ രൂപത്തിൽ എറിയുന്നു. കേശവ് മഹാരാജ് ഒറ്റ ഓവറിൽ 3 ബൗണ്ടറി ക്യാച്ചുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇന്ത്യയുടെ ഒരു ബിഗ്ഗസ്റ്റ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് വെറും 35 റൺസായിരുന്നു എന്ന കാര്യം കൂടി ശ്രദ്ധിക്കണം. അപ്പം അങ്ങനെ പൂർണ്ണമായിട്ടും ഇന്ത്യയെ വരിഞ്ഞു മുറുക്കിയാണ് അവർ വിജയത്തിലേക്ക് പോയത്. ഇനി സൗത്ത് ആഫ്രിക്കയുടെ ബാറ്റിംഗ് നമ്മൾ പറഞ്ഞല്ലോ, സർപ്രൈസ് കോളായിരുന്നു. അവിടെ മിക്ക ടീമുകളും ടോസ് ലഭിച്ചാൽ ബൗൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് തീരുമാനിക്കുക. പക്ഷേ അവർ ബാറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു.
ഏഡൻ മർക്രമും QDKയും ചേർന്നുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ട്. പക്ഷേ ഇന്ത്യക്ക് വേണ്ടി മികച്ച രൂപത്തിലുള്ള തുടക്കമാണ് ഹർഷ്ദീപ് സിംഗും ജസ്പ്രീത് ബൂംറയും ചേർന്നിട്ടത്. സോ വിക്കറ്റുകൾ വീണു എന്ന് പറഞ്ഞാൽ ഏഡൻ മർക്രം 4 റൺസ്, 7 പന്തുകൾ 4 റൺസ്, QDK 7 പന്തുകൾ 6 റൺസ്. നമ്മൾ കളി പിടിക്കുന്നു എന്ന തോന്നലുണ്ടാക്കിയതിന് ഒന്നുകൂടി വിശ്വാസം പകരുന്ന രൂപത്തിലാണ് റിയാൻ റിക്കിൾട്ടൺ പുറത്താക്കുന്നത്. 7 പന്തിൽ നിന്ന് അദ്ദേഹം 7 റൺസ് അടിക്കുന്നു. സൗത്ത് ആഫ്രിക്ക 4 ഓവർ കംപ്ലീറ്റ് ആകുമ്പോൾ 20-3. ഇന്ത്യ ശരിക്കും കളി പിടിച്ചു എന്ന് നമ്മൾ തോന്നിയിടത്ത് നിന്നാണ് പിന്നീട് ബാക്കി കാര്യങ്ങളൊക്കെ വരുന്നത്. അതിമനോഹരമായിട്ട് മില്ലറും ബ്രവിസും ചേർന്നുകൊണ്ട് അവരുടെ ക്ലാസ് എന്താണെന്ന് വ്യക്തമാക്കി. 20-3 അവിടെ മില്ലർ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് അനുകൂലമായൊരു കണ്ടീഷൻ ആയിരുന്നില്ല. പക്ഷേ ക്രീസിൽ നിന്ന് മനോഹരമായിട്ട് അവർ ഇന്നിങ്സ് കൊണ്ടുപോവുകയായിരുന്നു. മില്ലറിനെ സംബന്ധിച്ചിടത്തോളം IPL അദ്ദേഹത്തിൻ്റെ ഹോം ഗ്രൗണ്ട്. അദ്ദേഹത്തിൻ്റെ എല്ലാ എക്സ്പീരിയൻസും, ഈ കണ്ടീഷൻസുമായി ബന്ധപ്പെട്ട എല്ലാ എക്സ്പീരിയൻസും അദ്ദേഹം ഉപയോഗപ്പെടുത്തി. കൃത്യമായി സ്ട്രൈറ്റിലേക്ക് അദ്ദേഹം എയിം ചെയ്യുന്നു. സ്പിന്നിന് അദ്ദേഹം അടിക്കാൻ വേണ്ടി മെനക്കെടുന്നു. എന്ന് പറഞ്ഞാൽ പേസിനേക്കാൾ കൂടുതൽ അദ്ദേഹം സ്പിന്നിനെ ശിക്ഷിക്കാനാണ് ശ്രമിച്ചത്. അങ്ങനെ സൗത്ത് ആഫ്രിക്കയെ ആ ഒരു തകർച്ചയിൽ നിന്ന് തിരികെ കൊണ്ടുവരുന്ന ഇന്നിങ്സ് ആയിരുന്നു അദ്ദേഹം കളിച്ചത്. ബ്രവിസിൻ്റെ കാര്യത്തിൽ അദ്ദേഹവും കാര്യങ്ങൾ മികച്ച രൂപത്തിൽ ചെയ്ത് എന്ന് പറയുമ്പോൾ മില്ലർ ഓൾറെഡി 32 റൺസ് 17 പന്തുകളിൽ നിന്ന് അപ്പോഴേക്കും അടിച്ച് കഴിഞ്ഞിരുന്നു. അതിൽ ഒരു കിടിലൻ 6 ഉണ്ടായിരുന്നു, വരുണിനെതിരെയുള്ള ആൻഡ് 4 അടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നല്ല രൂപത്തിൽ അദ്ദേഹം ബാറ്റിംഗ് മുന്നോട്ട് കൊണ്ടുപോകുന്നു. അതിലേക്ക് ബ്രവിസ് കൂടി ജോയിൻ ചെയ്യുമ്പോൾ ഇന്ത്യയുടെ കയ്യിൽ നിന്ന് പതിയെ കളി അവരെടുത്തു കൊണ്ടുപോവുകയായിരുന്നു. അപ്പം ഒരു ഘട്ടത്തിൽ ഇന്ത്യ കൃത്യമായി കളി പിടിച്ചെടുത്ത് നിന്ന് സ്പിന്നിന് മേൽ അവർ ആധിപത്യം പുലർത്തി എന്ന് പറയുമ്പോൾ 7 ഓവർ എറിഞ്ഞപ്പോൾ പേസ് ബൗളർമാരുടെ 7 ഓവർ എറിയുമ്പോൾ 37-3. അവിടെ നിന്നാണ് സ്പിന്നിൻ്റെ 3 ഓവറിൽ അവർ 39 റൺസ് അടിക്കുന്നത്. അപ്പം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ഒരു സ്ലോപ്പിനെസ് അവിടെയാണ് ഉയർന്നു വരുന്നതെന്ന് പറയേണ്ടി വരും. അതിനുശേഷം അവർ ഇപ്പോൾ മൊത്തത്തിൽ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഹാർദിക് പാണ്ഡ്യയുടെ അവസാന ഓവറിൽ അടിച്ചതൊഴികെ ബാക്കി അവർ ഇന്ത്യൻ പേസർമാർക്ക് മേൽ വല്ലാതെ അങ്ങ് ആക്രമണം അഴിച്ചുവിട്ടു എന്ന് പറയാനില്ല. എന്നാൽ സ്പിന്നർമാർക്കെതിരെ കൃത്യമായിട്ട് അവർ ആഞ്ഞടിച്ചിടത്താണ് അവരുടെ സ്കോർ മുഴുവനും വന്നത്. പ്രത്യേകിച്ച് നമ്മുടെ പേസർമാരെ ഒഴിവാക്കുമ്പോൾ അത് കവർ ചെയ്യാൻ വേണ്ടി വരുൺ ചക്രവർത്തിയെ വരെ ആക്രമിക്കണം. വരുൺ ചക്രവർത്തി ഈ ഒരു ടൂർണമെൻറ്റിൽ മിന്നും ഫോമിലുള്ള ആളാണ്. അദ്ദേഹത്തിന് പോലും അദ്ദേഹത്തിൻ്റെ റിതം നഷ്ടപ്പെടുന്ന രൂപത്തിലേക്ക് സൗത്ത് ആഫ്രിക്ക കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിച്ചു. അദ്ദേഹം വ്യത്യസ്തമായ ആംഗിളുകൾ പരീക്ഷിക്കുന്നു, വ്യത്യസ്തമായിട്ടുള്ള എൻഡുകളിൽ നിന്ന് എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത ആംഗിളുകൾ ഉണ്ടാക്കാൻ വേണ്ടി സ്റ്റമ്പിൻ്റെ 2 വശത്തു നിന്ന് എറിയാൻ വേണ്ടി ശ്രമിക്കുന്നു. എല്ലാം പക്ഷേ അവർ മനോഹരമായിട്ട് ഹാൻഡിൽ ചെയ്തു. ഇന്ത്യക്ക് കളി കൈവിടുന്ന രൂപം ഉണ്ടാക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ഡ്യൂബയ്ക്കും അടികിട്ടുന്ന അവസ്ഥയുണ്ടായി. 2 ഓവറിൽ അദ്ദേഹം 32 റൺസാണ് വിട്ടുകൊടുത്തത് എന്ന കാര്യം നോക്കണം. നോ ബോൾ, അതുപോലെ ഫ്രീ ഹിറ്റ് എല്ലാം മികച്ച രൂപത്തിൽ സൗത്ത് ആഫ്രിക്ക മുതലെടുക്കുകയും ചെയ്തു. പക്ഷേ കളി അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഈ സെറ്റായിട്ടുള്ള ഹിറ്റർമാർ സൗത്ത് ആഫ്രിക്കയ്ക്ക് നഷ്ടപ്പെട്ടിരുന്നു. പക്ഷേ ട്രിസ്റ്റൻ സ്റ്റെപ്സ് മനോഹരമായിട്ട് ഫിനിഷ് ചെയ്യുക കൂടി ചെയ്തപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 187 റൺസിൽ അവരെ അവസാനിപ്പിക്കുമ്പോൾ ഇനി വിജയമോ തോൽവിയോ എന്നൊരു ചോദ്യം അവിടെ വരുന്നുണ്ടായിരുന്നു. നമ്മൾ ഇടവേള സമയത്ത് വീഡിയോ ഇട്ടത് ഭേദപ്പെട്ട സ്കോർ സൗത്ത് ആഫ്രിക്ക ഉയർത്തി എന്ന് പറഞ്ഞുകൊണ്ടാണ്. അത് ഭേദപ്പെട്ടെന്ന് പറയാൻ കാരണം 20-3 എന്ന നിലയിൽ നിന്ന് 187 എത്തിയത് കൊണ്ടാണ്. ആ സ്കോറ് അപ്പോഴത്തെ ഒരു കണ്ടീഷൻ വെച്ച് നോക്കുമ്പോൾ അതൊരു വലിയ ബുദ്ധിമുട്ടുള്ള സ്കോർ ആയിരുന്നില്ല. അതായത് ഡ്യൂ കൂടി വരുമ്പോൾ ബാറ്റിംഗ് കുറച്ചുകൂടി ബെറ്ററായ ഒരു കണ്ടീഷനിൽ മികച്ച രൂപത്തിൽ കാര്യങ്ങൾ മാറും എന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷേ കാര്യങ്ങൾ അങ്ങനെയായിരുന്നില്ല. സൗത്ത് ആഫ്രിക്കയ്ക്ക് ഒരു ഡ്രീം സ്റ്റാർട്ടാണ് ലഭിച്ചത് എന്ന് പറഞ്ഞാൽ ഏഡൻ മർക്രം ആദ്യ ഓവർ എറിയും എന്നുള്ളത് സ്പഷ്ടമായിരുന്നു. എല്ലാ തരത്തിലും അതിൻ്റെ സൂചനകളും വാർത്തകളും ഒക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ നമ്മുടെ ടോപ്പിൽ 3 ലെഫ്റ്റ് ഹാൻഡർ ബാറ്റർമാരാണ്. അതുകൊണ്ട് മർക്രം പന്തെറിയുമെന്ന് ഉറപ്പായിരുന്നു. ഇത്തവണ ഇഷാൻ കിഷനാണ് ഔട്ടാകുന്നത്. അദ്ദേഹം ഡക്കായിട്ട് മടങ്ങിപ്പോകുന്ന ഒരു സ്ഥിതിവിശേഷം അത് ഇന്ത്യക്ക് കനത്ത തിരിച്ചടിയായിരുന്നു. 4 പന്തുകളിൽ നിന്ന് അദ്ദേഹം ഡക്കായിട്ട് മാറുന്നു.
എഡൻ മർക്രമിൻ്റെ പന്തിൽ റിയാൻ റിക്കിൾട്ടൺ പിടിച്ച് പുറത്താവുകയാണ്. നോർമലിയാണ് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യം 2 ബോളുകൾ ഡോട്ടാവുന്നു. ദെൻ അദ്ദേഹം ഓവർ മിഡോൺ ഒരു അടി അടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു, പക്ഷേ രക്ഷപ്പെട്ടു പോകുന്നു. ദെൻ അതിനുശേഷം അക്രോസ് ദി ലൈൻ മർക്രമിൻ്റെ പന്ത് അടിക്കാൻ വേണ്ടി ശ്രമിച്ചു. ആ ബോൾ ഗ്രിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ത്യക്ക് ഓപ്പണർ ഒരിക്കൽ കൂടി 4ാമത്തെ മത്സരത്തിലും ഏതെങ്കിലും ഒരു ഓപ്പണറെ ഡക്കാവുന്ന സ്ഥിതിവിശേഷം ഉണ്ടാവുന്നു. ദെൻ അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഈ ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷനിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി സൂര്യ വരും എന്ന് പ്രതീക്ഷയ്ക്ക് തെറ്റി. സൂര്യ തൻ്റെ കംഫർട്ട് സോണായ നമ്പർ 4 തന്നെ ഇറങ്ങാൻ തീരുമാനിച്ചുകൊണ്ട് തിലക് വർമ്മയെ ക്രീസിലേക്ക് വിടുന്നു. തിലക് എന്നാൽ മാർക്കോ യൻസൻ്റെ പന്തിൽ പുറത്താവുന്ന അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. യൻസൻ്റെ പന്തിൽ ക്യൂഡിക്ക് പിടിച്ച് പുറത്താവുന്നു. 2 പന്തിൽ നിന്ന് 1 റൺസാണ് അദ്ദേഹം അടിച്ചത്. തകരുന്നു എന്നർത്ഥം. അത് ഒരു കൃത്യമായ സൂചനയായിരുന്നു ഈ കളി ഇന്ത്യ കൈവിടുകയാണ് എന്നുള്ളത്. തിലക് പോകുന്നു. അഭിഷേക് ശർമ്മ അതിന് പിന്നാലെ. അഭിഷേക് ശർമ്മ ഒരു 4ഉം ഒരു 6റൊക്കെ അടിച്ചു. റബാദക്കെതിരെയുള്ള മനോഹരമായിട്ടുള്ള 6റൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് തൻ്റെ മികവ് വീണ്ടും കാണിക്കാൻ കഴിയാൻ പറ്റാതെ ഇരുന്നു. അഭിഷേക് ശർമ്മ 12 പന്തിൽ നിന്ന് 2 4ഉം ഒരു 6ഉം അടക്കം 15 റൺസാണ് അടിച്ചത്. അപ്പോൾ വിക്കറ്റുകൾ വീഴുന്നു. ആകെ അങ്കലാപ്പിലേക്ക് ടീം ഇന്ത്യ പോകുന്നു. 4.3 ഓവറിൽ 26-3 എന്ന രൂപത്തിലേക്ക് വീണു. അപ്പോൾ ഇവിടെയാണ് കഴിഞ്ഞ ഇന്നിങ്സിൽ സൗത്ത് ആഫ്രിക്കയുടെ ബാറ്റർമാർ റിക്കവർ ആക്കിയ പോലെ ടീമിനെ റിക്കവർ ചെയ്ത് കൊണ്ടുവരേണ്ടത്. പക്ഷേ നമ്മൾ ആ ഒരു സമയത്ത് വാഷിങ്ടൺ സുന്ദറിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്ത് വിടുന്നു. വാഷിങ്ടൺ സുന്ദറാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും വേണ്ട വിധത്തിലുള്ള ഒരു പ്രകടനം വരുന്നില്ല. 11 പന്തുകൾ നേരിട്ട് 11 റൺസാണ് കോർബിൻ ബോഷിൻ്റെ പന്തിൽ അദ്ദേഹം പുറത്താകുമ്പോൾ ഉണ്ടായിരുന്നത്. സോ കളി കൈവിട്ടു. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒരു ചടങ്ങ് പോലെയായിരുന്നു. സൂര്യകുമാർ യാദവ് 22 പന്തിൽ നിന്ന് 18 റൺസാണ് അടിച്ചത്. ഹാർദിക് പാണ്ഡ്യ 17 പന്തിൽ നിന്ന് 18 റൺസ്. ശിവൻ ദ്യൂബെ 37 പന്തിൽ 42 റൺസ് അടിച്ച് ഒരു ശ്രമം നടത്തി. പക്ഷേ അത് ടീമിനെ വിജയിപ്പിക്കാനുള്ള ശ്രമം എന്ന് പറയാൻ പറ്റില്ല. ഈ ഒരു ഘട്ടത്തിലൊക്കെ നമുക്ക് വേണ്ടിയിരുന്നത് റൺ എടുക്കുക, കഴിയാവുന്നത്ര സ്കോർ ചെയ്യുക, നെറ്റ് റൺ റേറ്റിനുണ്ടാവുന്ന ഡാമേജ് കുറയ്ക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ കരുതിയത്. പക്ഷേ അതല്ല. അപ്പം പാണ്ഡ്യയും ദ്യൂബയും കൂടി 23 പന്തുകളിൽ നിന്ന് 30 റൺസ് എന്ന രൂപത്തിൽ ഒരു കൂട്ടുകെട്ടുണ്ടാക്കി അങ്ങനെ പോകുന്നു. ദെൻ ഡ്രിങ്ക്സ് ബ്രേക്ക് വരുന്നു. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് MSDയുടെ ആ ഒരു രീതി ഉണ്ടല്ലോ, കളി മാക്സിമം കൊണ്ടുപോയിട്ട് കഴിയാവുന്നത്ര നെറ്റ് റൺ റേറ്റ് ഡാമേജ് ഒഴിവാക്കുക എന്നുള്ളത്. പക്ഷേ ആ ഡ്രിങ്ക്സ് ബ്രേക്ക് കഴിഞ്ഞതോടുകൂടി പെട്ടെന്ന് 6 അടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. വിക്കറ്റുകൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് പോകുന്ന ഒരു അവസ്ഥയുണ്ടായി. 15ാമത്തെ ഓവറിൽ നോക്കണം, കേശവ് മഹാരാജിൻ്റെ 3 വിക്കറ്റുകളാണ് എന്ന് പറഞ്ഞാൽ 3 സി സ്റ്റെപ്സ് ബി മഹാരാജ് എന്ന രൂപത്തിലുള്ള വിക്കറ്റുകൾ നമ്മളവിടെ കാണുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായത്. സോ അതിൻ്റെ ഫലമാണ് ഇന്ത്യ ഇത്ര ചെറിയ സ്കോറിന് 111 റൺസിന് ഓൾ ഔട്ട് ആവുകയും വലിയ രൂപത്തിലുള്ളൊരു ഡാമേജ് നെറ്റ് റൺ റേറ്റിന് ഉണ്ടാവുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ നെറ്റ് റൺ റേറ്റ് ഇപ്പം -3.8 ആണ്. ഇന്നിപ്പോൾ വെസ്റ്റ് ഇൻഡീസ് വേഴ്സസ് സിംബാബ്വെ മത്സരമുണ്ട്. അതിനുശേഷം ഇന്ത്യയുടെ കളി സിംബാബ്വെക്കെതിരെ ആ നെറ്റ് റൺ റേറ്റിൻ്റെ ഡാമേജും മറികടക്കാനുള്ളൊരു ശ്രമം അവിടെ നടക്കും. പക്ഷേ അതിലെത്രത്തോളം ഇന്ത്യക്ക് സക്സസ് ആവാൻ പറ്റുമെന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. തീർച്ചയായിട്ടും ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ ടീം സെലക്ഷനുമായി ബന്ധപ്പെട്ടൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ലെഫ്റ്റ് ഹാൻഡർ ഹെവി എന്ന രൂപത്തിൽ മാത്രം ടീമിനെ ഇറക്കുമ്പോൾ എതിരാളികൾ അതിന് മറുമരുന്നായിട്ടുള്ള തന്ത്രങ്ങളും കൊണ്ടാണ് വരുന്നത്. ഇപ്പോൾ ഇന്ത്യക്കെതിരെ കളിക്കാനിറങ്ങുന്ന മിക്ക ടീമുകളും ആദ്യ ഓവർ ഒരു പാർട്ട് ടൈം സ്പിന്നറെ കൊണ്ട് എറിയിക്കുന്ന സ്ഥിതിയുണ്ട്. അതിൽ നമുക്ക് വിക്കറ്റുകൾ നഷ്ടമാകുന്ന സ്ഥിതിയുമുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് ഇന്ത്യയുടെ ഈ ലെഫ്റ്റ് ഹാൻഡ് ഹെവി ടാക്ടിക്സ് അതിനെ പൊളിക്കാനുള്ള തന്ത്രങ്ങൾ മറ്റ് ടീമുകൾ, പ്രത്യേകിച്ച് മികച്ച ടീമുകൾ ചെയ്തു വെക്കുന്നുണ്ട് എന്നർത്ഥം. എന്തായിരിക്കും വരും മത്സരത്തിൽ ഇതിൽ നിന്ന് മുക്തി നേടാൻ വേണ്ടി ഇന്ത്യ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. പ്രത്യേകിച്ച് ഇപ്പോൾ അക്സർ പട്ടേലിനെ പുറത്തിരുത്തി ടീം ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റനാണ്. അതുമായി ബന്ധപ്പെട്ട് അശ്വിൻ്റെ ഒരു പ്രസ്താവന ഇന്നലെ ഉണ്ടായിരുന്നു. എന്ത് അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു മാറ്റത്തിലേക്ക് പോകുന്നത്? ഇന്ത്യയുടെ T20 MVP ആണ് അക്സർ പട്ടേൽ. കഴിഞ്ഞ വേൾഡ് കപ്പിലൊക്കെ അദ്ദേഹം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. വാഷിങ്ടൺ സുന്ദർ ഓഫ് കോഴ്സ് ടാലൻറ്റഡ് ആണ്, പക്ഷേ ഈ കളിയിൽ അക്സറിനെ പുറത്തിരുത്താൻ പാടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നിരീക്ഷണം. അത് ഒരു പക്ഷേ സൗത്ത് ആഫ്രിക്കൻ ബാറ്റർമാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ വേണ്ടി അത്തരത്തിലൊരു ശ്രമത്തിലേക്ക് പോയതായിരിക്കണം. പക്ഷേ
അത് ഉണ്ടായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഡെവൽഡ് ബ്രേസിനെ പോലുള്ളവർ ഓസ്പിനെ വളരെ മനോഹരമായിട്ട് കളിക്കും. അവരത് ഹാൻഡിൽ ചെയ്തു. ആകെ 2 ഓവർ മാത്രമാണ് വാഷിങ്ടൺ സുന്ദറെ കൊണ്ട് എറിയിച്ചത്. അദ്ദേഹത്തിന് ബാറ്റ് കൊണ്ട് വലിയ കോൺട്രിബ്യൂഷൻ നടത്താനും കഴിയാതെ പോയി എന്നുള്ളത് കൂടി ശ്രദ്ധിക്കണം. സോ ടാക്ടിക്സുകൾ എവിടെയൊക്കെയോ പാളി. അമിതമായിട്ടുള്ള ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. അത് പൂർണ്ണമായിട്ടും തച്ച് തകർക്കുന്ന രൂപത്തിലാണ് സൗത്ത് ആഫ്രിക്ക കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. ഇതൊരു വേക്കപ്പ് കോളായിട്ട് എടുക്കണം. വരും മത്സരങ്ങളിൽ ടീമിന് മികവ് കാണിക്കാൻ പറ്റട്ടെ. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിന് എത്താം.